ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇറാനിലെ ചബഹാർ തുറമുഖത്ത് നിന്നും പിന്മാറില്ലെന്ന് ഇന്ത്യ. ചബഹാർ തുറമുഖ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ US-ഉമായി ചർച്ചകൾ നടത്തിവരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം. ഇറാനുമേലുള്ള US ഉപരോധങ്ങൾ കാരണം ചബഹാർ തുറമുഖത്തിലെ ഇന്ത്യൻ പ്രവർത്തനങ്ങൾക്ക് നൽകിയ ഇളവ് 2026 ഏപ്രിൽ 26 അവസാനിക്കും. പദ്ധതിയുടെ സാമ്പത്തികവും ഭൗമരാഷ്ട്രീയവുമായ പ്രാധാന്യം കാരണം അവിടെ നിന്നും പിന്മാറില്ലെന്ന് ഇന്ത്യ സൂചന നൽകി. ചബഹാർ തുറമുഖത്ത് പ്രവർത്തനം നടത്തുന്നതിന് ഇന്ത്യ US-ഉമായി ചർച്ചകൾ നടത്തിവരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനെതിരായ US ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ടെഹ്റാനുമായി ബിസിനസ് നടത്തുന്ന രാജ്യങ്ങൾക്ക് അധിക താരിഫ് നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇന്ത്യ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇറാന്റെ തെക്കുകിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചബഹാർ ഇന്ത്യയുടെ ഏക പടിഞ്ഞാറൻ സമുദ്ര ഇടനാഴിയാണ്. അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ഇതുവഴി നേരിട്ട് പ്രവേശനം നൽകുന്നു. പ്രധാന ക്രോസിംഗുകളിൽ പാകിസ്ഥാന്റെ നിയന്ത്രണം കാരണം പതിറ്റാണ്ടുകളായി അഫ്ഗാനിലേക്ക് സാധനങ്ങൾ അയക്കുന്നതിൽ ഇന്ത്യ തടസ്സങ്ങൾ നേരിടുന്നു. പ്രാദേശിക രാഷ്ട്രീയ തടസ്സങ്ങളെ മറികടക്കുന്നതിന് ചബഹാർ തുറമുഖം സഹായിക്കുന്നു. ഇന്ത്യയെ ഇറാൻ, റഷ്യ, യൂറോപ്പ് എന്നിവയുമായി കടൽ റോഡ്, റെയിൽ ലിങ്കുകളുടെ സംയോജനത്തിലൂടെ ബന്ധിപ്പിക്കുന്ന ഒരു മൾട്ടി മോഡൽ ശൃംഖലയായ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ കേന്ദ്ര ബിന്ദുവാണ് ചബഹാർ. സൂയസ് കനാൽ വഴിയുള്ള പരമ്പരാഗത റൂട്ടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഇടനാഴി ഗതാഗത സമയവും ലോജിസ്റ്റിക്സ് ചെലവുകളും കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് യുറേഷ്യൻ വിപണികളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നു. 2024 ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് വഴി ചബഹാറിൽ ഒരു ടെർമിനൽ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള 10 വർഷത്തെ കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചു. ഏകദേശം $120 ബില്യൺ നിക്ഷേപമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ദുബായിൽ പ്രൊജക്ട് മാനേജ്മെന്റ് അക്കാദമി ആരംഭിക്കുന്നു. പദ്ധതി രൂപീകരണത്തിലും നിർവഹണത്തിലും പരിശീലനം നൽകും. ലോകമെമ്പാടുമുള്ള യുവാക്കൾക്ക് പ്രവേശനം നൽകും. രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ കൃത്യമായി നിർവഹിക്കുന്നവരെ ഓരോ രാജ്യത്തിനും ആവശ്യമാണ്. അത്തരത്തിൽ യുവാക്കളെ പരിശീലിപ്പിക്കുന്നതിന് ദുബായിൽ പുതിയ പ്രൊജക്ട് മാനേജ്മെന്റ് അക്കാദമി ആരംഭിക്കുന്നു. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഗ്ലോബൽ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായ ദ ഡിജിറ്റൽ സ്കൂളാണ് പുതിയ അക്കാദമിക്ക് പിന്നിൽ. ദുബായ് RTIയുമായി സഹകരിച്ചാണ് അക്കാദമി പ്രവർത്തിക്കുക. പദ്ധതി രൂപീകരണത്തിലും നിർവഹണത്തിലും മിടുക്കരായ 10,000 യുവാക്കളെ പരിശീലിപ്പിച്ച് ലോകത്തിന് സംഭാവന ചെയ്യുകയാണ് അക്കാദമിയുടെ ലക്ഷ്യം. പ്രായോഗിക ബുദ്ധിയും പദ്ധതികളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും വളർത്തിയെടുക്കും. പദ്ധതി നിർവഹണം പാഠപുസ്തകത്തിൽ നിന്ന് പ്രവൃത്തിയിൽ എത്തിക്കുന്നതിനൊപ്പം ഭാവിയിലെ തൊഴിൽ വിപണിക്ക് ആവശ്യമായ രീതിയിൽ യുവാക്കളിൽ തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കാനും അക്കാദമി ലക്ഷ്യമിടുന്നു. ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാർ അക്കാദമിയിൽ പ്രവേശനം നേടാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ് ദുബായിൽ ഫെബ്രുവരി 3 മുതൽ 5 വരെ നടക്കും. ജനക്ഷേമം ഉറപ്പാക്കുന്ന പുതുനയങ്ങൾ ഉച്ചകോടി രൂപപ്പെടുമെന്ന് പ്രതീക്ഷ. കാലാവസ്ഥാ വ്യതിയാനം, ആരോഗ്യം, AI, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ആഗോള വെല്ലുവിളികൾക്ക് ശാസ്ത്രീയ പരിഹാരങ്ങൾ കണ്ടെത്തുന്ന ഉച്ചകോടിയിൽ നോബൽ സമ്മാന ജേതാക്കളും ഒത്തുചേരും. ആഗോള ശാസ്ത്ര വെല്ലുവിളികൾ ചർച്ച ചെയ്യുന്നതിന് UAEയും വേൾഡ് ലോറേറ്റ്സ് അസോസിയേഷനും സംയുക്തമായാണ് ചരിത്ര സംഗമം സംഘടിപ്പിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 50ഓളം പ്രമുഖ ശാസ്ത്രജ്ഞർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഭാവിയിലെ വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കുന്ന അടിസ്ഥാന ശാസ്ത്ര ഗവേഷണങ്ങളിൽ നിക്ഷേപം നടത്താൻ ലോക സർക്കാരുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഉച്ചകോടിയുടെ പ്രധാന അജണ്ടയാകുമെന്ന് RTA ചെയർമാൻ മത്തർ അൽ തായർ പറഞ്ഞു. ശാസ്ത്രജ്ഞർക്കായി ദുബായിൽ AI നെറ്റ്വർക്കും ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത ഡേറ്റാ സെന്ററും സ്ഥാപിക്കാൻ വേൾഡ് ലോറേറ്റ്സ് അസോസിയേഷൻ പദ്ധതിയിടുന്നുണ്ട്. 35ലധികം രാഷ്ട്രത്തലവന്മാരും 150 ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങളും 6000 സന്ദർശകരും പങ്കെടുക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഭരണരംഗത്ത് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ഉച്ചകോടി ചർച്ച ചെയ്യും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.